പ്രേം, ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക യുദ്ധം അതിപ്പോൾ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്ന രീതിയിൽ അമേരിക്ക പോകുന്നു എന്ന സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ആവേശമില്ല. അതിൻ്റെ കാരണം യുദ്ധക്കോപ്പുകൾ തീർന്നു എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ പക്കലുള്ള യുദ്ധക്കോപ്പ് കഴിയുന്നു. പിന്നെ എങ്ങനെ കൊടുക്കും? കാര്യം റിസർവിൽ വെക്കണം, വല്ലപ്പോഴും ഉക്രൈന് കൊടുക്കണം, കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉക്രൈനിൽ. ഇപ്പം എന്ത് ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും പഴയ ആവേശമില്ല ട്രംപിന്, മന്ദഗതിയിലാണ് കാര്യങ്ങൾ. പറച്ചിൽ നിന്നൊരു ശക്തിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു, വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും. പക്ഷേ അതേ ട്രംപ് തന്നെ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഒന്ന് മയപ്പെടുകയാണ്, കാരണം ഇപ്പോൾ ചർച്ചയ്ക്കുള്ള സമയമാണ് എന്നും പറയുന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം തിരങ്ങി ചെല്ലുമ്പോഴാണ് ഒരു വസ്തുത മനസ്സിലാകുന്നത്. അമേരിക്കയുടെ ഇൻ്റർസെപ്റ്റർ മിസൈലുകളൊക്കെ ഏതാണ്ട് കഴിയാറായി. ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിരോധ മിസൈൽ. ഇറാൻ അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റിൽ വിവിധ ഇടങ്ങളിൽ സൈനിക താവളങ്ങളുണ്ട്, വിവിധ രാജ്യങ്ങളിൽ. അതിപ്പോൾ ജോർദാൻ, കുവൈത്ത്, ബഹ്റൈൻ, UAE അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ സൈനിക താവളങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ലക്ഷ്യമാക്കി ഇറാൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഡ്രോണുണ്ട്, മിസൈലുണ്ട്. അതിങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കയുടെ കയ്യിൽ പ്രധാനമായിട്ടും 3 തരം വ്യോമ പ്രതിരോധ സംവിധാനമാണുള്ളത്. ഒന്ന് പാട്രിയറ്റ് എന്ന് പറയുന്നത്, മറ്റൊന്ന് താഡ്, പിന്നൊന്ന് നേവിയുടെ കയ്യിലുള്ളതാണ്. നേവിയുടെ ഈ ഡിസ്ട്രോയർ കപ്പലുകൾ എന്ന് പറയും, അതിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകൾ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ടും, ഈ താഡും അതേ പാട്രിയറ്റും എന്ന് പറയുന്നത് അതാത് സംവിധാനങ്ങളിൽ സജ്ജീകരിക്കുന്നതാണ്, മറ്റേ ഭൂനിരപ്പിൽ സജ്ജീകരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ അതിൽ ഈ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു രസകരമായ കണക്ക് വന്നു. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഏതാണ്ട് 1200 പാട്രിയറ്റിൻ്റെ മിസൈലുകൾ ഇതുവരെ ഉപയോഗിച്ച് കഴിഞ്ഞു. 1200 പാട്രിയറ്റിൻ്റെ മാത്രം. അപ്പോൾ അതിന് നമ്മൾ ഈ പാട്രിയറ്റിൻ്റെ 1200 മിസൈലല്ലേ സാരമില്ല എന്ന് പറയുമ്പോഴാണ് ചെലവാണ് ഭീകരം. കാരണം ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു മിസൈലിന് 31 മുതൽ 34 കോടി രൂപ വരെ ഒരെണ്ണത്തിന് വില വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഈ പാട്രിയറ്റ് മിസൈൽ മാത്രം അമേരിക്ക കത്തിച്ചത് ഏകദേശം 4,80,000 കോടി രൂപയുടെ മിസൈൽ അമേരിക്ക പാട്രിയറ്റ് മാത്രം കത്തിച്ച് തീർത്തിട്ടുണ്ട്. 4,80,000 കോടി, 4 ലക്ഷമല്ല, 4,80,000 കോടി രൂപയുടെ പാട്രിയറ്റ് മിസൈൽ ഇതുവരെ കത്തിച്ചു. അത് പാട്രിയറ്റിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ താഡ് എന്ന് പറയുന്ന വേറൊരു സംവിധാനമുണ്ട്. അപ്പോൾ താഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടിയതാണ്. കാര്യം അതിലുപയോഗിക്കുന്ന മിസൈലിൻ്റെ വില ഏതാണ്ട് 100 കോടി മുതൽ 125 കോടി വരെയാണ്. ഇനിയും കഴിഞ്ഞില്ല. ഇവർ ഈ നേവിയും ഇതേപോലെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവരും മിസൈൽ ഉപയോഗിക്കുന്നുണ്ട്. അത് SM-3 എന്ന് പറയുന്ന അവരുടെ മിസൈലിന് 230 കോടി രൂപ ഒരെണ്ണത്തിൻ്റെ വില. പിന്നെ SM-6 എന്ന് പറയുന്നത് ഇച്ചിരി വില കുറഞ്ഞാണ്, 32 കോടി രൂപ. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇറാനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ ഡ്രോൺ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ അവരുടെ കയ്യിലുണ്ട്. താരതമ്യേന അതിന്റെ പ്രൊഡക്ഷൻ ചെലവ് വളരെ കുറവായിരിക്കും. അല്ല ഇതിന്റെ കമ്പാരിസൺ അതാണ്. ഇവരയക്കുന്ന ഡ്രോണിനോ അല്ലെങ്കിൽ ഇറാൻ അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി അയക്കുന്ന മിസൈലുകൾക്കോ പരമാവധി അവർക്ക് ചെലവ് 15 ലക്ഷം മുതൽ 20 ലക്ഷം അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെ ഒതുക്കാൻ വേണ്ടി കത്തിക്കുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മിസൈലിന് ഈ ഇത്രയും ചെലവുണ്ട്. കോടി രൂപ കളയുക. ഇതുകൊണ്ട് കഥ തീർന്നില്ല. ഇപ്പോ അമേരിക്കയിൽ അവരുടെ സൈനിക നേതൃത്വത്തിന് കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾക്ക് ഭീഷണിയായി വരുന്ന ഇത്തരം ആക്രമണങ്ങളെ മാത്രം നേരിട്ടാൽ മതി, അല്ലാതെ വേറെ ലക്ഷ്യം തെറ്റി പോകുന്നതൊന്നും അടിച്ചിടാൻ നിൽക്കണ്ട. അതങ്ങ് എവിടെയെങ്കിലും പോയി സൈനിക താവളത്തിലേക്ക് നിങ്ങളെ ലക്ഷ്യമാക്കി അത് നിങ്ങളെ ആക്രമിക്കുമെന്ന് തോന്നുന്ന മാത്രം ആക്രമിച്ചാൽ മതി. ഇനി അമേരിക്കയുടെ ഒരു സൈനിക നേതാവ്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ കെയ്ൻ എന്ന് പറയുന്ന ജനറൽ ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തു. കാര്യം ഈ യുദ്ധം ഇങ്ങനെ രൂക്ഷമായിട്ട് തുടരുകയാണെങ്കിൽ നമ്മുടെ റിസർവുകൾ, ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ റിസർവുകൾ എത്രയും പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഈ യുദ്ധം വ്യാപിപ്പിക്കാതെ നോക്കണം എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇപ്പോൾ തൽക്കാലം ഗിയർ ഒന്ന് മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം, അമേരിക്കയല്ലേ, ഈ തീർന്നു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ, അവർക്ക് നിർമ്മിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവിടെയും ചില പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് നാൾ മുമ്പ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. അപ്പോൾ അതുപ്രകാരം ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് കഴിഞ്ഞ ജൂണിലാണ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയത്. അതുപ്രകാരം അടിയന്തരമായിട്ട് യുദ്ധപ്പടക്കോപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അധിക തുക വകയിരുത്താൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യ മേഖലയിലുള്ള ഈ പടക്കോപ്പുകൾ നിർമ്മിക്കുന്ന പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനികളുമായിട്ട് അതിവേഗ ധാരണകളിലെത്താൻ കൂടുതൽ കരാറുകൾ കൊടുക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു. ഇതിനു വേണ്ടി മാത്രം 2.9 ലക്ഷം കോടി രൂപയാണ് അധികമായിട്ട് ചെലവഴിക്കാൻ ഉത്തരവ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന മിസൈല് നിർമ്മിക്കുന്നത് ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മിസൈല് ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ താഡ് എന്ന് പറയുന്ന മിസൈല് ഉപയോഗിക്കുന്ന കമ്പനിക്ക് അവർ ഒരു വർഷം അവരുടെ പരമാവധി ഉൽപ്പാദനശേഷി 96 എണ്ണമാണ്, അത് 400 വർദ്ധിപ്പിക്കാനും നിർദ്ദേശം കൊടുത്തു. ഈ ലോക്ഹീഡ് മാർട്ടിൻ ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന അത് മിസൈല് നിർമ്മിക്കുന്നതിന് അവർക്ക് സന്തോഷമാണ്, കാര്യം കുറെ കൂടി പൈസ കിട്ടുമല്ലോ. പക്ഷെ അവരുടെ കുഴപ്പം, അവരുടെ ഇയർലി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പരമാവധി 500 മുതൽ 650 വരെയാണ്. ഒരു വർഷം അത്രേ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ അവിടെ 1200 കത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇവർക്ക് കുറച്ച് റിസർവും വെക്കണം, ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ റിസർവും വെക്കണം. കൂടാതെ ഒരേ സമയം 3 ഇടങ്ങളിൽ ഇവർക്ക് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ മിസൈലുകൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഈ താഡ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ 2 എണ്ണം ഇരിക്കുന്ന അങ്ങ് ഇസ്രയേലിലാണ്. പിന്നെ ഉക്രൈനും റഷ്യയുമായിട്ട് അടി നടക്കുന്നുണ്ട്, അവിടെയും അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനങ്ങൾ വേണം, പിന്നെ ഇവിടെയും വേണം. അപ്പോൾ ഒരേ സമയം 3 സ്ഥലങ്ങളിലേക്ക് ആ സാധനം ഇങ്ങനെ നിരന്തരം സപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഇവരുടെ കരുതൽ അപ്പോൾ സാധനം ഇപ്പം ഇല്ല. അപ്പോൾ പുതിയത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഈ ലോക്ഹീഡ് മാർട്ടിന് എണ്ണയിട്ട് യന്ത്രം കണക്ക് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം, അവർക്ക് ഈ 500 മുതൽ 650 വരെ ഉള്ള സംഗതി വർദ്ധിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പുതിയ ഫാക്ടറികൾ തുറക്കേണ്ടി വരും. നിലവിലുള്ള ഫാക്ടറിയിൽ പറ്റില്ല. പുതിയ ഫാക്ടറി തുറക്കണമെങ്കിൽ മിനിമം 3 മുതൽ 5 വർഷം വരെ സമയം എടുക്കണം. ഇനി സമയം പുതിയ ഫാക്ടറി ഉണ്ടാക്കണ്ടേ? ഉള്ളതിൽ ഇത്രയല്ലേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഫാക്ടറി ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, അവിടെ ജോലി ചെയ്യാൻ വിദഗ്ധരായ തൊഴിലാളികളെ വേണ്ടേ? ടെക്നിക്കൽ സൈഡ് അല്ല, ഇനിയിപ്പോൾ ഇവർ മിസൈൽ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടെ, ഇത് സ്വിച്ചിട്ട പോലെ എല്ലാം വന്ന് ചേരുകയല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ സാമഗ്രികൾ വേണമല്ലോ. അത് സപ്ലൈ ചെയ്യുന്ന സംവിധാനങ്ങൾക്കും ഇത്രയും ക്ഷമത വേണമല്ലോ, അവർക്കൊണ്ട് സാധിക്കണ്ടേ? ടെക്നോളജി അറിയാന്നുള്ളൊരു വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായി തീരും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഇപ്പോൾ ട്രംപിന് വന്നു ചേരുകയാണ്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ പറയുന്ന രീതിയിൽ അതായത് എന്തുകൊണ്ട് ഈ രീതി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഈ ഉപയോഗിക്കുന്ന മിസൈലുകളല്ല, അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ മിസൈലുകളെല്ലാം തന്നെ ഹിറ്റ് ടു കിൽ ടെക്നോളജി എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് ഏതെങ്കിലും ഒരു ശത്രു സംഗതി വന്നു കഴിഞ്ഞാൽ ഇത് പോയി അവിടെ ഇടിച്ച് തകർക്കണം, ഉറപ്പായിട്ടും തകർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെയും സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ട് ചെയ്യണമെങ്കിൽ അതിനൂതനമായ ചിപ്പുകൾ വേണം, റഡാർ സംവിധാനങ്ങൾ വേണം. അത്തരം ചിപ്പുകളും റഡാർ സംവിധാനങ്ങളും ഒക്കെ വേണമെങ്കിൽ ആ ചിപ്പ് നിർമ്മിക്കുന്ന പ്രധാന ഉൽപ്പാദകർ ചൈനയാണ്, അല്ലെങ്കിൽ തൈവാനാണ്. ഇപ്പം ചൈനയുമായിട്ട് ഇവർക്ക് ശത്രുതയാണ്, നേരിട്ട് അങ്ങോട്ട് എത്തിക്കാനും പറ്റില്ല. ഇവർക്ക് സ്വന്തമായിട്ടല്ല ഉൽപ്പാദിപ്പിക്കാനും പറ്റണം, അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. യുദ്ധോപകരണങ്ങളാകുമ്പോൾ വേറെ ഉൽപ്പാദിപ്പിച്ച് വാങ്ങിക്കാനും പറ്റില്ല, നാണക്കേട്. അല്ല, മുമ്പ് അങ്ങനെ കഥയൊക്കെ ഉണ്ടായിരുന്നു, ചൈനീസ് നിർമ്മിത സംഗതികളൊക്കെ അമേരിക്കൻ ആയുധങ്ങളിൽ വന്നു എന്നുള്ള വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നിവൃത്തിയില്ലാത്ത സംഗതിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മുടെ അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ, അദ്ദേഹം ട്രംപിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം കൊടുത്ത മുന്നറിയിപ്പിൽ അദ്ദേഹം പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ റിസർവ് വെച്ച് ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷെ യുദ്ധം നീണ്ടുപോയാൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇവിടെ അമേരിക്ക ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ ഇറാൻ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇറാന് ആവശ്യത്തിന് സാധനങ്ങൾ റഷ്യയും അതേപോലെ ചൈനയും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അമേരിക്ക നല്ല 8 നാണം കെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞതുപോലെ പതുക്കെ ചർച്ചകളിലേക്ക് ഫോക്കസ് തിരിക്കുക. ഈ യുദ്ധം നീണ്ടുപോകേണ്ടത്, ഇപ്പം സത്യം പറഞ്ഞാൽ യുദ്ധം നീണ്ടുപോകേണ്ടത് ഇറാന്റെ ആവശ്യമാണ്. കാര്യം അമേരിക്ക അത്രയ്ക്ക് നാണം കെടുന്ന ഒരു അവസ്ഥ. അമേരിക്ക കൊണ്ട് ഈ നാണം കെടുത്തൽ ചെയ്യിപ്പിച്ചത് ഇസ്രായേൽ അല്ലേ? അതെ. അപ്പോൾ ഏതായാലും നിലവിൽ ഇപ്പോൾ അമേരിക്ക വലിയ സമ്മർദ്ദത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഇന്ധനവില വീണ്ടും കയറാൻ തുടങ്ങി. അതെ. അപ്പോൾ അവരുടെ ഇപ്പോൾ യുദ്ധം ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് കരുതിയ സമയത്ത് എല്ലാം സുഗമമായി വന്ന് അവരുടെ സഖ്യരാജ്യങ്ങൾ പോലും ഒന്ന് സൗമ്യമായിട്ട് നിന്നൊരു സമയത്താണ് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ വീണ്ടും ഇവരുടെ സഖ്യരാജ്യങ്ങൾ വീണ്ടും ട്രംപിനെതിരെ തിരിയും. അതിനിടക്കാണ് ഇമ്മാതിരി ഒരു പെടലി എന്ന് പെട്ടേക്കുന്നത്.